ശ്രീ മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലത്തിലെ ഈ വർഷത്തെ ആഷാഢോത്സവം ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 16 വരെയാണ് നടക്കുന്നത്. ഈ ആഷാഢോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പത്മശ്രീ ഗുരു പി.കെ. നാരായണ നമ്പ്യാരാശാൻ വിഭാവനം ചെയ്ത ആഷാഢോത്സവത്തിന് 21 വയസ്സ് തികയുന്ന ഒരു ശുഭമുഹൂർത്തം കൂടിയാണ്. 21ാമത്തെ വർഷമാണ് ഇന്ന് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷവും കൂടി ഈ വർഷം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് പത്മശ്രീ പി.കെ. നാരായണ നമ്പ്യാരാശാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അവതരണങ്ങളാണ് ഈ വർഷവും ആഷാഢോത്സവത്തിൽ നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ജൂലൈ 17 തീയതി ആരംഭിക്കുന്നത് നങ്ങ്യാരമക്കൂത്ത് പുറപ്പാടോട് കൂടിയിട്ടാണ്. ശ്രീകൃഷ്ണചരിതം എന്ന പണ്ട് ക്ഷേത്രം മതിൽക്കെട്ടിനകത്തുള്ള കൂത്തമ്പലത്തിൽ അടിയന്തരമായിട്ട് 12 ദിവസം നടന്നു പോന്നിരുന്ന ശ്രീകൃഷ്ണചരിതം എന്ന ആ ഒരു നങ്ങ്യാർകൂത്ത് എന്ന കലാരൂപത്തെ ഇത്രയും സജീവമായി ജനകീയമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ശ്രീകൃഷ്ണചരിതം എന്ന് ഒരു അട്ടപ്രകാരം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതോടു കൂടിയിട്ടാണ് ഈ കല ജനങ്ങളിലേക്ക് എല്ലാവരിലേക്ക് എത്തലും, അതുപോലെ കലാമണ്ഡലത്തിലെ ആയാലും മറ്റ് സ്ഥാപനങ്ങളിലെ ആയാലും യുവജനോത്സവങ്ങളിലായാലും കൂടി ഈ ഒരു കഥയെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാൽവെപ്പ് നങ്ങ്യാരമക്കൂത്തിന് മാത്രമല്ല, അതുപോലെയുള്ള അന്യം നിന്ന് പോയിരുന്ന ആ മന്ത്രാംഗം എന്ന് പറയുന്ന കൂത്തിനും അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒരു ഉപയോഗപ്രദമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ജൂലൈ 17 മുതൽ ജൂലൈ 26 വരെ ശ്രീകൃഷ്ണചരിതം നങ്ങ്യാരമക്കൂത്ത് എന്ന പുസ്തകത്തെ, നാരായണ നമ്പ്യാരാശാൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയിട്ടുള്ള അഭിനയങ്ങളാണ് നമ്മൾ ആദ്യം ഇതിൽ രംഗാവതരണമായിട്ട് വച്ചിരിക്കുന്നത്. ഈ ആഷാഢോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു അവതരണത്തിൽ പ്രധാനമായിട്ട് കൂടിയാട്ടത്തിൻ്റെ അവതരണം എന്ന് പറയുന്ന സമയത്തെങ്കിൽ പുറപ്പാട്, നിർവഹണം, കൂടിയാട്ടം ഇങ്ങനെയാണ്. പുറപ്പാടാണ് ഇതിലെ ആദ്യത്തെ. ഒരു കഥാപാത്രത്തിൽ വരുന്ന സൂത്രധാരൻ, നന്ദി സൂത്രധാരൻ്റെ പ്രവേശത്തോടു കൂടിയിട്ടാണ് ഏതൊരു കഥയും ആരംഭിക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ നിർവഹണം. ഈ നിർവഹണ അഭിനയങ്ങൾ നമ്മൾ പുറം വേദികളിൽ അധികം ചെയ്യില്ല. കാരണം ഇത് അതിൻ്റെ അടിസ്ഥാനമാണ്. നമുക്ക് പൂർവ്വരംഗം അഭിനയമാണ്. ഒരു കഥാപാത്രത്തിൻ്റെ പൂർവ്വകഥ അഭിനയിക്കലാണ് നിർവഹണത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും കൂടിയാട്ടത്തിൻ്റെ ബേസ്, അടിസ്ഥാനം എന്ന് പറയുന്നത് നിർവഹണമാണ്. ആ നിർവഹണത്തിൽ വരാതെ കണ്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഈ ആഷാഢോത്സവത്തിൽ ഉള്ള പ്രത്യേകത നിർവഹണാഭിനയമാണ്. നമ്മൾ ആദ്യം പുറപ്പാട് ചെയ്യണു. അത് ഇപ്രാവശ്യം നാന്ദി സൂത്രധാരൻ്റെ പുറപ്പാടിനൊക്കെ ഇപ്രാവശ്യം നടിയാണ് പുറപ്പാട് ചെയ്യണത്. സാധാരണ സൂത്രധാരൻ പുറപ്പാട് പുരുഷന്മാരാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അത് സ്ത്രീ കഥാപാത്രം ചെയ്യണമുണ്ട് നടി ചെയ്യുന്നു. പിന്നെ ഓരോ ദിവസം വേറെ വേറെ കഥകൾ. ആദ്യത്തെ പുറപ്പാടിൻ്റെ ശേഷം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിർവഹണാഭിനയം, തുടർച്ചയായിട്ടുള്ള രാജധാനി വർണ്ണന, അത് കഴിഞ്ഞാൽ പിന്നെ മധൂക ശാപം, അത് കഴിഞ്ഞാൽ കൃഷ്ണാവതാരം, അത് കഴിഞ്ഞ് പൂതന മോക്ഷം, അത് കഴിഞ്ഞാൽ പിന്നെ ഉലൂഖലബന്ധനം, പിന്നെ കാളിയമർദ്ദനം, പിന്നെ നരസിംഹാവതാരം, പിന്നെ കംസവധം, പിന്നെ കൂർമാവതാരം. അങ്ങനെയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ശ്രീകൃഷ്ണചരിതത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് എല്ലാം ചെയ്യണത്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ്, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം.